പൂജപ്പുരയിൽ തീവട്ടി വിജയനെ യുവമോർച്ച പ്രവർത്തകർ ആട്ടിപ്പായിച്ചു. തീവട്ടി വിജയൻ തിണ്ണമെടുക്ക് കാണിക്കുവാൻ തലസ്ഥാനത്തെത്തിയപ്പോൾ വഴിയിൽ തടഞ്ഞ് യുവമോർച്ച പ്രവർത്തകർ. പൂജപ്പുരയിലാണ് തീവട്ടി വിജയനെ യുവമോർച്ച പ്രവർത്തകർ VV രാജേഷിന്റെ നേതൃത്വത്തിൽ തടഞ്ഞത്. വഴി തടഞ്ഞ പ്രവർത്തകരെ അന്തംകമ്പികളുടെ തെരുവുകുണ്ടകളായി അതപ്പതിച്ച പോലീസുകാരെ ഉപയോഗിച്ച് തടയുകയുണ്ടായി. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചും ബാരിക്കേഡ് തീർത്തും പോലീസ് തീവട്ടി വിജയനും സംഘത്തിനും സംരക്ഷണം ഒരുക്കി. ആ ദൃശ്യങ്ങളിലേക്ക് ഞാൻ ചോദിക്കുന്നു, ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ സമരങ്ങൾ നടന്നിട്ടുണ്ടോ? നിങ്ങൾ കേരളയിലെ കല്ല് നാട്ടിൽ മൊത്തമിട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ വീടിന്റെ ഉമ്മറത്താണ് ഈ കല്ലിടാൻ പോകുന്നത് പറഞ്ഞു. വെറുതെ കൊണ്ട് ഒളിച്ചല്ലേ എടുത്തത്. ചെറിയ കീഴത്ത് ആ കല്ല് പുഴുത് 3-4 അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ അകമ്പടിയോടെ ഒരു ലോറിയിൽ ആ കല്ല് കയറ്റി ഒരു 500 പ്രവർത്തകരുടെ അകമ്പടിയോടെ കൊണ്ടുവന്ന് പിണറായി വിജയന്റെ വീട്ടിന്റെ ഉമ്മറത്ത് കേരളയിലെ കല്ലിട്ടതിന് ശേഷമാണ് ഡൽഹിയിലേക്ക് പോയിട്ട് കേരളയിലേതായുള്ള സമരങ്ങൾ നടത്തിയത്. ആ കേരളയിൽ വന്നില്ല. DGPക്ക് എനിക്ക് തോന്നുന്നത്, ഞാനതൊരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് മഹിളാ മോർച്ച പ്രവർത്തകരെ അവരെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, രാജേഷ് 25-30 മിനിറ്റ് മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഉമ്മറത്തിരുന്നു എന്നാണ് പറയുന്നത്. DGP പാന്റും ബെൽറ്റും ഒക്കെ ഇട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴേക്കും മഹിളാ മോർച്ച പ്രവർത്തകർ പ്ലക്കാർഡുമായിട്ട് അവിടെ ഇരിക്കുക. 5 മഹിളാ മോർച്ച പ്രവർത്തകർ വിചാരിച്ചപ്പോൾ കേരളത്തിന്റെ പോലീസ് മേധാവി അരമണിക്കൂർ വീട്ടിനുള്ളിൽ കുടുങ്ങിപ്പോയെങ്കിൽ ആ സമര ചരിത്രം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലെ ഫ്ലക്സ് എടുത്ത് മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് നിമിഷങ്ങൾ മതിയാകും. പക്ഷേ ഞങ്ങൾ അതിലേക്ക് പോകാത്തത് ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും സംഘവും അവരുടെ അവസാനത്തെ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അണയാൻ പോകുന്ന ദീപത്തിന്റെ ആളരാണ് കാണുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവ് നായ്ക്കളെ തല്ലുന്നത് പോലെ തല്ലുകയായിരുന്നു. പക്ഷേ 1-2 സ്ഥലങ്ങളിൽ പരീക്ഷണാർത്ഥം, അത് കൊല്ലത്തും അത് കല്ലമ്പലത്തും അത് അടൂരും യുവമോർച്ചയും BJPയും ഒന്നിറങ്ങി. യുവമോർച്ചയുടെ ചെറുപ്പക്കാരൊന്നിറങ്ങി. DYFIക്കാർ ഓടിയ വഴിക്ക് പുല്ലുപോലും കുരുത്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും യുവമോർച്ചക്കാർ പ്രതികരിച്ചില്ല എന്ന് വെച്ച് DYFIക്ക് വിഷമം തോന്നരുത് എന്ന് കരുതിയിട്ട് ഇന്നലെ നെയ്യാറ്റിക്കര ചെറുതായിട്ടൊരു ടെസ്റ്റ് ഡോസ് കൂടെ നടത്തി. ഒരൊറ്റ DYFI കുഞ്ഞുങ്ങളെയും ആ പ്രദേശത്ത് കാണാനില്ല എന്നുള്ള വസ്തുത കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നും അവിടെ ആരെയും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ശക്തമായിട്ട് നിങ്ങളെ നേരിടാൻ ഈ പിണറായി വിജയൻ അതിശക്തനായിരുന്ന സമയത്ത് കണ്ണൂരും കേരളത്തിന്റെ തെരുവോരങ്ങളിലും വിലസി നടന്നപ്പോൾ ഒരു MLAയും ഇല്ല, കേന്ദ്രത്തിൽ ഭരണവുമില്ല, ആരുമില്ലാത്ത സമയത്തും ഞങ്ങൾ ഇതിനെയൊക്കെ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയനും ഈ സരസ്വതി മണ്ഡപം നിങ്ങളുടെ പേക്കൂത്തുകൾ നടത്തുവാനുള്ള, ലാവണമാക്കി മാറ്റുവാനുള്ള നടപടിയിൽ നിന്നും പിന്മാറണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ പൂജപ്പുരം പ്രദേശത്തുള്ള ഇടതുപക്ഷ മനസ്സുള്ളവർ മുഴുവനും തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെയും പിണറായി വിജയനെയും ഈ സരസ്വതി മണ്ഡപത്തിലെ നിലപാടുകൾ കൊണ്ട് അവരെ വെറുത്തു കഴിഞ്ഞു, അവരെ പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. DGPയുടെ വീട്ടിലേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തിയതിനെ റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തത് എന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇനി അതിന്റെ അപ്പുറം സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ കേസെടുത്ത് നോക്ക്. ഞാൻ ചോദിക്കട്ടെ, മാധ്യമങ്ങളുടെ ജോലി എന്താ? വാർത്ത നടക്കുന്ന സ്ഥലത്ത് വന്ന് വാർത്ത കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ജോലി. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ വണ്ടിപ്പെരിയാറിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെയുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് കോടതിയിൽ നിങ്ങൾ സമർപ്പിച്ച ആ പ്രതിയെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടാകുമായിരുന്നില്ല. പോലീസ് ഇരിക്കേണ്ടടുത്ത് പോലീസ് ഇരുന്നാൽ പോലീസിന് അവിടെ ഇരിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നായ കയറിയിരിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ മാധ്യമപ്രവർത്തകരെ വേട്ടയാടാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ മാധ്യമപ്രവർത്തകരോടൊപ്പമാണ്, ഒരു സംശയവുമില്ല. ഇനിയും പിണറായി വിജയന്റെ ഭരണകാലത്ത് സെൻസേഷനായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ദിവസങ്ങൾക്കകം വരും. അത് മാധ്യമപ്രവർത്തകർ ആ വാർത്തകൾ കൊടുക്കും. നിങ്ങൾ കേസെടുത്ത് വിരട്ടിക്കോ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സരസ്വതി മണ്ഡപം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസാക്കുവാനുള്ള CPMന്റെ നീക്കത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു.
സമരം തീരില്ല അറസ്റ്റ് കൊണ്ടും ഭീഷണി കൊണ്ടും ഈ സമരം തീരില്ല ജയ് ജയ് ബിജെപി ബിജെപിയുടെ പ്രതിഷേധം i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.